തയ്യൽ മെഷീൻ എന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ താരങ്ങളോട് നമ്മളോടൊപ്പമുള്ളത്. സ്വാഗതം. നമസ്കാരം. ഈ തയ്യൽ മെഷീൻ ഒരു ഹൊറർ മൂഡിലുള്ള ഒരു സിനിമയാണ് അല്ലെ? അതെ അതെ. പക്ഷെ അതൊരു നമുക്ക് അതിന്റെ ഒരു പേര് കേൾക്കുമ്പോഴും പേരൊരു ഹൊറർ മൂഡിലുള്ള അങ്ങനത്തെ വേറൊരു പേരാണ്. അപ്പൊ എന്താണ് അതിന്റെ ഒരു കോൺഫ്ലിക്ട്? നമുക്ക് അതിന്റെ ഒരു കഥയും കാര്യങ്ങളും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ടൈറ്റിൽ വന്നു എന്നുള്ളതും കൂടി പറഞ്ഞു. ടൈറ്റിൽ വരാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാല് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് പറയാനില്ല. അദ്ദേഹത്തിന്റെ അമ്മുമ്മ ഭയങ്കര തേക്കരുത്തിയായിരുന്നു. അപ്പോൾ അവരുടെ പെട്ടെന്ന് മരണപ്പെട്ട് ക്രിസ്ത്യൻ കുടുംബമായിരുന്നു. അപ്പോൾ അവന് ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ 7-ന് അന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പോടാന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പാലയിൽ ഒരു റബ്ബർ തോട്ടത്തിന് നടുക്ക് ഒരു ചെറിയൊരു പഴയൊരു ഓടിട്ട വീടാണ്. അപ്പോൾ അവരുടെ അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊന്നും അല്ല അവർക്കുള്ളത്. അപ്പോൾ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി കിച്ചൻ്റെ അവിടെ പോകണം. തൊട്ടിപ്പുറത്തായിരുന്നു അമ്മൂമ്മയുടെ റൂം. അവിടെ തയ്യൽ മെഷീൻ ഇവരുടെ 7-ന്റെ പോസ്റ്റർ ഉണ്ടല്ലോ, അത് മൂടിയിട്ട് ഇട്ടേക്കണേന് അമ്മൂമ്മയുടെ. അപ്പോൾ അന്നൊരു മഴയുള്ള സമയമായിരുന്നു. അപ്പോൾ ബാത്റൂമിൽ പോകാൻ വേണ്ടി നമ്മൾ പോയപ്പോഴത്തേക്കും മഴ വന്നപ്പോഴത്തേക്കും ലൈറ്റൊക്കെ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ആ മുറിയിൽ നിന്ന് ചക്രം കറങ്ങണ ശബ്ദം ഞാൻ കേട്ട് ഇങ്ങനെ. അപ്പോൾ സ്വാഭാവികമായിട്ടും പേടിയായി, കരണ്ടും പോയി. മൊബൈലിൽ ടോർച്ചടിച്ച് ഞാൻ ചെന്ന് ഈ ശബ്ദം കേൾക്കുന്നത് നോക്കിയപ്പോഴത്തേക്കും അമ്മൂമ്മ ചിരിച്ചുകൊണ്ടിരിക്കണേ. കാരണം അമ്മൂമ്മയുടെ ഫ്ലെക്സ് അതാ തയ്യൽ മെഷീൻ മൂടിയേക്കണായിരുന്നു. പിന്നെ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഫ്ലെക്സ് മാറ്റി നോക്കിയപ്പോഴത്തേക്കാണ് ഒരു തൊരപ്പനുണ്ടല്ലോ, തൊരപ്പൻ, അതിനെ നിങ്ങളെന്താ പറയണമെന്ന് അറിയില്ല, പന്നിയിലി എന്നൊക്കെ പറയും. അതിങ്ങനെ വയറിൽ ഇങ്ങനെ കയറാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും താഴത്തോട്ട് ഊർന്ന് വീഴും. അങ്ങനെ ഈ ഊർന്ന് വീഴുമ്പോഴത്തേക്ക് ഈ ശബ്ദം അത് എന്നിൽ പേടി ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച് ഇതിൽ നിന്ന് നമുക്കൊരു ഹൊറർ മൂവി ചെയ്താൽ എങ്ങനെയുണ്ടാവും. സാധാരണ വീടുകളിൽ ഇതുപോലെ പഴയ തയ്യൽ മെഷീൻ പൂട്ടിക്കിടന്ന റൂമിൽ ഉണ്ടാവും. അപ്പം അങ്ങനെയാണ് ഈ ഒരു കൺസെപ്റ്റ് എൻ്റെ മനസ്സിലോട്ട് വന്നത്, ഞാൻ എഴുതിയത്. എത്തിയെന്ന് വെച്ചാൽ വിനയൻ എൻ്റെ സുഹൃത്താണ്. വിനയൻ്റെ ഏട്ടനുണ്ട് പ്രേമായിട്ട് സ്റ്റേഡിയത്തിൽ വെച്ച് പരിചയപ്പെട്ടതിൽ മുതൽ വിനയനായിട്ട് അവരുടെ കല്യാണത്തിനൊക്കെ ബന്ധപ്പെട്ട് പരിചയമായി. പിന്നെ വിനയനൊരു പടം ചെയ്തതാണ്, നിങ്ങൾ ക്യാമറ നിരീക്ഷിച്ചിട്ടാണ് പടം ചെയ്തതാണ്. ഫസ്റ്റ് ഞാൻ ഈ കഥ ചെയ്യപ്പോൾ ജോജി ചേട്ടനെയാണ്. അന്നൊരു വേറൊരു ഡയറക്ടറാണ്, പേര് പറയാൻ പറ്റില്ല കാരണം നടന്നില്ല. അപ്പോൾ കഥ കേട്ട് ചോദിച്ചിട്ട് നമ്മുടെ അടുത്ത് ഈ സിനിമ ചെയ്യാമെന്ന് പറഞ്ഞാണ്. പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് വലിഞ്ഞുകൊണ്ട് ആ പടം നിന്ന് പോയപ്പോഴത്തേക്ക് വിനയൻ എന്നെ വിളിക്കുന്നത്, ചേട്ടാ ഈ സിനിമ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ? ചേട്ടൻ വിചാരിക്കുന്ന പോലത്തെ വലിയ സ്റ്റാർ കാസ്റ്റ് ഇല്ലെങ്കിലും അത്യാവശ്യം ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ വെച്ച് നമുക്ക് ചെയ്യാം. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും വെറുതെ ഇരിക്കണമെന്നല്ലേ നമുക്ക് ആ സിനിമ ചെയ്യാം, ആക്റ്റീവായിട്ട് ഇരിക്കുന്ന സമയമുള്ളൂ. അങ്ങനെ വിനയന് കൈ കൊടുത്ത് നമ്മളത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കിച്ചു ടെല്ലസ് ആയിട്ട് ഞാൻ ഇതിനുണ്ട്, ഞാൻ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു. അപ്പോൾ പട്ടാപ്പകൾ എന്ന സിനിമയിൽ അസോസിയേറ്റ് ചെയ്യാൻ ചെയ്യുന്ന സമയത്ത് കിച്ചു അതിനകത്തൊരു ഹീറോയാ. അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പാണ് കിച്ചു തയ്യൽ മെഷീനിൽ വരാൻ കാരണവും. പിന്നെ നമുക്കിത് എല്ലാവരും പരിചിതമായിട്ടുള്ള മോഡലാണ്. അതെ അതെ അതെ. ഇപ്പോ മോഡലിക്ക് പോകുന്നു, പേര് ഒന്ന് പറയൂ. പളുങ്ക്. ഇതിലെന്താണ് കഥാപാത്രം? മോളായിട്ടാണ്. എനിക്ക് തോന്നുന്നു ടിവിയില് ടെലിവിഷനിലൊക്കെ ഏതൊക്കെ പ്രോഗ്രാംസ് ഏതൊക്കെ ചാനലിലായിരുന്നു? മോളെ അങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ ഫ്ലവേഴ്സിലെ മനോരമയിലൊക്കെ പരിപാടി കണ്ട്, പിന്നെ കട്ട്രൂപ്പിയിലെ സ്കിറ്റൊക്കെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അന്ന് മണിക്കുട്ടമ്മൻ്റെ ഒരു പരിപാടി ഷീലാൻഡിക്ക് ഉണ്ട് നമ്മുടെ അതിനകത്ത് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് പളുങ്കായിരുന്നു. അപ്പം ഞാനത് വിനയനെ കാണിച്ചപ്പോൾ വിനയൻ നോക്കി കുട്ടി മതി നമുക്ക്, അപ്പം നമുക്ക് ഇതുപോലത്തെ ഏജുള്ള 2 പിള്ളേരായിരുന്നു വേണ്ടത്. അങ്ങനെ പളുങ്കിനെ വിളിച്ചു. അന്ന് പളുങ്ക് ഷൂട്ടിലായിരുന്നു അല്ലേടി, ഷൂട്ടിലായിരുന്നു. അപ്പോൾ ഇവർ സിനിമയാണ്, ഞാൻ പറഞ്ഞു അതുപോലെ ചെറിയൊരു സിനിമയാണ്, വരാൻ പറ്റുമെന്ന് വെച്ചാൽ പളുങ്കിൻ്റെ അമ്മ പറഞ്ഞു ഓക്കെ ഏട്ടാ നമ്മൾ വരാം എന്ന് പറഞ്ഞു. ഒരു പിറ്റേ ദിവസം തന്നെ വണ്ടി കയറി പോരുകയും ചെയ്തു അല്ലേ? അതെ അതെ.